കോൾ എടുത്തപ്പോൾ അമ്മയാണ്. എടാ പട്ടി ചെട്ടി, എൻ്റെ മോൻ സിനിമയിൽ അഭിനയിക്കണ പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, ഞങ്ങൾക്ക് ആരും ഇതൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങനെ സ്വത്തുള്ള ആൾക്കാരാണ്. എൻ്റെ അമ്മക്കൊക്കെ വിളിച്ച്. അപ്പം മാൻ ഓഫ് ദി മാച്ചിന് ട്രോഫി എടുത്ത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞാൻ വൈഫിന് പറഞ്ഞു, പിന്നെ ഇതൊരെണ്ണം ഞാൻ മേടിക്കൂട്ടാന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറയും ഇപ്പം തന്നെ എടുത്തു, അവിടെ കൊണ്ടുപോയി കിട്ടൂല. നല്ല സപ്പോർട്ടാണ്, ക്രിക്കറ്റിന് സപ്പോർട്ടാണ്. അടിപൊളി അടിപൊളി. കളി ഇഷ്ടമാണ്, അപ്പൊ അത് കാണാനും ഇഷ്ടമാണ്, തോക്കാനും ജയിക്കണത് പറ. പിന്നെ സ്നൂക്കർ അതുണ്ട്. അത് ചില ടെക്നിക്കൊക്കെ ആയിട്ട് പോണതാ സ്നൂക്കർ. അതെന്താന്നറിയാലോ, മനസ്സിലായല്ലേ? സ്നൂക്കർ എന്ന് പറഞ്ഞാൽ ബാറിലാണ് ഇപ്പൊ ഉള്ളത്. മിമിക്രി പോയി കിട്ടുന്ന 300-500 രൂപ, അതെന്തായാലും ഓട്ടോറിക്ഷ കാശും കൂടി കഴിയുമ്പോഴത്തേക്ക് 300 രൂപ തികച്ചുണ്ടായുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ലക്ഷങ്ങളുടെ ഓപ്പറേഷനൊക്കെ നടന്നേക്കണം. ആ സമയത്ത് ഞാൻ ചാവൂന്ന് ഉറപ്പായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഒരു പാലത്തിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. അന്നേരം വൈഫിൻ്റെ അമ്മ വിളിച്ച്, അമ്മക്കറിയാം ഞാൻ പോയ അവിടം വരെ പോകുന്നറിയാം. വിളിച്ച് വരുത്തിട്ട് പൈസ തെറ്റാക്കാന്നും പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി. എന്താ പറയാ, ചീത്ത കൂട്ടുകെട്ടില്ല. കൂട്ടുകാരെ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ, കൂട്ടുകെട്ടല്ല. പുള്ളിയുടെ കയ്യിൽ പിന്നെ കുറെ ജോലിക്ക് പോവാതെ വീട്ടിലിങ്ങനെ കൂട്ടുകുടുംബമായിരുന്നല്ലോ. അപ്പം വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നോക്കാണ്ട് ഒരു പണിക്കും പോവാതെ ഒരു നാണമില്ലാതെ ഉച്ചക്ക് പോയി ഭക്ഷണം കഴിക്കും. ആ കൂടുതൽ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടല്ലേ അത്. സ്വർണ്ണമൊക്കെ 1 മാസം 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ ശരിയാക്കി അല്ലേ. ഇയാൾക്ക് വീട്ടിൽ നിന്ന് കൊടുത്തതൊക്കെ 1 മാസം 2 മാസമായിട്ട് എടുത്തിട്ടെന്ന് തോന്നാം. ഞാനതല്ല, ഇത് പണയം വെക്കാനറിയാമല്ലോ, എടുക്കാനറിയില്ലെന്നേ. എല്ലാം സെറ്റായി. അവിടെ മറ്റേ ഇഞ്ചിപ്പുല്ലുണ്ട് അവിടെ, നമ്മുടെ ഇവിടെ മറ്റേ മണമുള്ള പുല്ല്, അത് കയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ച് കേക്ക് അല്ല വലിക്കില്ലല്ലോ ഇനി. എന്നിട്ട് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വാതിൽ തുറന്നു വന്നപ്പോഴേ വാഷ് ബേസിന് ചേട്ടാ എൻ്റെ കണ്ണിൽ എന്തോ ഒന്ന് ഊതിക്കുന്നു. ഒറ്റ ഊതലിൽ ചോദിച്ചില്ലേ ഓർക്കണ്ട. നമുക്ക് ചോദിച്ചു ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്, ഞങ്ങൾ കുറച്ച് നാളായിട്ട് ചോദിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന 2 പേരാണ്. ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെർഫോമറായി, ഒരു ആക്ടർ എന്നതിലുപരി ഹീസ് എ പെർഫോമർ. ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ നിൽക്കുമ്പോൾ ഹി ക്യാൻ ഡു മാജിക്. അതായത് ആൾക്കാരെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും, അല്ലെങ്കിൽ ഷോ ആയിക്കോട്ടെ, ഫിലിം ആയിക്കോട്ടെ, ജഡ്ജ്മെന്റ് ആയിക്കോട്ടെ, ഒരു കിടിലം ക്രിക്കറ്റ് പ്ലെയർ ആണ്. സോ അപ്പോൾ സായി ചേട്ടാ വെൽക്കം, ചേച്ചി വെൽക്കം. താങ്ക് യു. ഈ പറഞ്ഞതൊക്കെ ഇങ്ങോട്ട് പറ, ഞാൻ നല്ല പ്ലെയർ ആണ്. പെർഫോമൻസ് സെക്കൻഡറി, പ്രൈമറി പ്ലെയർ. പിന്നെ ഞാൻ കളി കഴിയുമ്പോൾ വിളിക്കും. ഞാൻ കളി കഴിഞ്ഞിട്ടാ പിന്നെ തൈലെടുത്ത് വെക്കണമെന്ന് ചോദിക്കൂടുന്നു. അല്ല മിക്കവാറും തോറ്റ് തുന്നമ്പാടി വരുന്നത് നിന്റെ എന്ന് പറയും വരുമ്പോഴേ. ഒരു ദിവസം ഇതുപോലെ ടൂർണമെന്റ് നടക്കാനായിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തെ ഞങ്ങളുടെ ടൂർണമെന്റ് നടക്കുക. അപ്പോൾ ട്രോഫിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചോണ്ടിരിക്കുക. അപ്പം മാൻ ഓഫ് ദി മാച്ചിന് ട്രോഫി എടുത്ത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞാൻ വൈഫിന് പറഞ്ഞു, പിന്നെ ഇതൊരെണ്ണം ഞാൻ മേടിക്കൂട്ടാന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇപ്പം തന്നെ എടുത്തു, അവിടെ കൊണ്ടുപോയി കിട്ടൂല. നല്ല സപ്പോർട്ടാണ്, ക്രിക്കറ്റിന് സപ്പോർട്ടാണ്. അടിപൊളി. അല്ല, അതിൽ നിന്ന് തന്നെ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ്, അതായത് ഒരു ലാസ്റ്റ് മന്ത് അതിന് എല്ലാ പ്രാവശ്യം മാച്ച് ഉണ്ട് അല്ലെ, ക്രിക്കറ്റ് ഉണ്ട്, എല്ലാ മാസവും ഉണ്ട്. അതാണ് പറയുന്നത്. സിനിമ ഉണ്ടോന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും. കളി ഉണ്ടോ വെച്ചാൽ കറക്റ്റ് ആയിട്ട് പറയും ഉണ്ടെന്ന്. അതിൽ അത്രമേൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അത് മാത്രം നമുക്ക് മ്യൂച്വലി അറിയാവുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ, ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു ആഗ്രഹം ശരിക്കും എങ്ങനെയായിരുന്നു? പണ്ടോടെ ക്രിക്കറ്റ് പരിപാടി അല്ല, പണ്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമുള്ള സമയത്തൊന്നും കളിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കളിക്കാൻ പോകേണ്ട സമയത്തായിരുന്നു കല്യാണം കഴിച്ചത് അല്ലേ. ആ ഒരു ടൈമിലാണ് ക്രിക്കറ്റൊക്കെ കളിച്ചെടുക്കുന്ന ടൈമിലാണ് കല്യാണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോകുമ്പോൾ വർക്കിന് പോകണം, വർക്കിംഗ് ഡ്രസ്സ് പോലെ ജേഴ്സി പൊതിഞ്ഞു കൊണ്ടുവന്ന് വെയിലൂടെ കൊണ്ടുവന്ന് വെച്ചുതരും എനിക്ക്. അപ്പൊ തുടങ്ങിയ സപ്പോർട്ടാ. പക്ഷെ ഓർത്തില്ല ഇത്ര മാരകമാകുമെന്ന്, മാരക പ്ലെയർ ആകുമെന്ന്. പണ്ട് പോലെ അങ്ങനെ. അപ്പൊ ഈ പണ്ടത്തെ കാലത്ത് പിള്ളേർ നമ്മളെ കളി സന്ധ്യയായിട്ട് കളിച്ച് വീട്ടിലും തല്ലുമല്ല. ഞാൻ അടികൊള്ളാത്ത ദിവസമില്ല, അച്ഛനെ തല്ലുകൊണ്ടല്ലാതെ പിറക്കാത്ത കയറില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ തൃപ്പൂണിത്തുറയിലോ അക്കാദമിയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ അറിയാം, 9:30 അച്ഛനും അമ്മയും കൂടി ഇരിക്കും മോൻ കളിച്ചിട്ട് വരാനായിട്ട് അവിടെ കൊണ്ടുവന്ന് പ്രാക്ടീസിന് വിട്ടിട്ട്. ക്രിക്കറ്റ് എന്താണെന്ന് മനസ്സിലായി. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അതും വീട്ടുകാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സച്ചിൻ്റെയൊക്കെ ആ ഒപ്പം നിന്ന് കളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയേനെ. എങ്ങനെയാലും ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ കിട്ടിയേനെ. പറയാൻ പറ്റില്ല, ചിലപ്പോ നമ്മൾ അതുപോലെ സപ്പോർട്ട് ഇല്ലായിരുന്നല്ലോ അല്ലേ. സത്യമാണ് കേട്ടോ. ഇപ്പൊ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കൊണ്ട് കാര്യമില്ല. അല്ല, കാര്യമാണ്. കാരണം ഇപ്പം അച്ഛനും അമ്മയൊക്കെ ദൈവമേ സച്ചിൻ എന്നൊക്കെ തമാശ പറഞ്ഞു ഇനി ഇല്ലാതെ അവൻ സച്ചിനൊപ്പം താരതമ്യം ചെയ്യുന്നു. അല്ല, ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ പിള്ളേരെ ക്രിക്കറ്റ് കളിക്കാൻ ഇതുപോലെ വിളിക്കുക, അത് കറക്റ്റ് കാര്യമാണ്. പണ്ടാകുമ്പം വീട്ടിലൊരു 6:30 6:45 ഇരുട്ടി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ബോൾ നമുക്ക് ബാറ്റ് ചെയ്യാൻ കിട്ടുന്നെങ്കിൽ അതുവരെ നമ്മൾ നിൽക്കും.
നിന്ന് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം അടിയാ. അടി എന്ന് പറഞ്ഞാ നമ്മൾ മടൽ ബാറ്റിന് കളിക്കും, അച്ഛൻ മടലിന് തല്ലും. ഇതാണ് കറക്റ്റ് നടന്നുകൊണ്ടിരുന്നത്. ഞാനൊക്കെ ചെറുപ്പത്തിലെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ കപ്പൊക്കെ നടുവല്ല, അപ്പൊ അത് നനച്ചിട്ട് വേണം കളിക്കാൻ പോകാൻ. ആ പണി കഴിഞ്ഞിട്ട് കുളത്തിൽ നിന്ന് വെള്ളം കോരി അതിലെല്ലാം ചോട്ടിൽ ഒഴിച്ചു. അപ്പൊ ഞാനും അനിയന്മാരും അത് അച്ഛനാലും ബുദ്ധിമാനല്ലേ, ഞങ്ങൾ ഒരു കുടം വെള്ളം കൊണ്ട് 50 കപ്പൊക്കെ വേണം ഇച്ചിരി ചോദിച്ചു. അച്ഛൻ ഞങ്ങളുടെ അല്ലേ അച്ഛൻ വന്ന് തെരഞ്ഞു പോകും വെള്ളം ദൂരെ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ തല്ലു. ക്രിക്കറ്റ് ഭ്രാന്തായിരുന്നു എനിക്ക്. ക്രിക്കറ്റ് മാത്രമല്ല, ഇതൊക്കെ എൻ്റെ ക്രിക്കറ്റിന്റെ ട്രോഫികളാണ്. ക്രിക്കറ്റിന്റെ ഇത് കൂടാതെ ഇപ്പൊ എനിക്ക് ഫുട്ബോളിന് ടീമുണ്ട്, ക്രിക്കറ്റിന്റെ ക്രിക്കറ്റ് ബോളിന് ടീമുണ്ട്, ടെന്നീസ് ബോളിന് ടീമുണ്ട്. ഇപ്പൊ ഈരാറ്റുപേട്ടയിൽ ഓപ്ഷൻ കഴിഞ്ഞിട്ട് 30-ാം തീയതി ടൂർണമെന്റ് തുടങ്ങും. അപ്പൊ ഈരാറ്റുപേട്ടയിലേക്ക് പോകും. രശ്മി വരാറുണ്ട്. അതെ, ചേച്ചി അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കൂടെ പോകുമ്പോഴാണെങ്കിലും ആ എനിക്ക് കളി ഇഷ്ടമാണ്. അപ്പൊ അത് കാണാനും ഇഷ്ടമാണ്, തോക്കാനും ജയിക്കണത് പറ. ഇപ്പൊ കൊറേട്ട് തോറ്റു വെച്ചാ പറഞ്ഞത്. അപ്പൊ തോക്കണനുസരിച്ച് ടീം കൂടിക്കൊണ്ടിരിക്കുവാണ്. ഇന്നെവിടെ പോവാ, ഇന്നവിടെ ഉണ്ട്, നാളെ എവിടെയാ, നാളെ അവിടെ. ഇത് തന്നെ പരിപാടി. കുറച്ചിടയായിട്ട് ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുവാന്ന് തോന്നുന്നു ഈ ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോള്. ഇവരുടെ വീട്ടില് നമ്മുടെ വീടിന്റെ പേരില് കുന്നേൽ ബ്രദേഴ്സ് എന്നും പറഞ്ഞ് ടീമുണ്ട്. അതുകൂടാണ്ട് ഇവര് വീട്ടുകാര് ഒരു ഇത് നടത്തുന്നുണ്ട്. അങ്ങനെ പല പരിപാടികളും ഉണ്ട്. അതും ഉണ്ട്. അത് ചില ടെക്നിക്കൊക്കെ ആയിട്ട് പോണതാ സ്നൂക്കർ. അതെന്താന്നറിയാലോ, മനസ്സിലായില്ലേ? സ്നൂക്കർ എന്ന് പറഞ്ഞാൽ ബാറിലാണ് ഇപ്പൊ ഉള്ള സ്നൂക്കർ ബോർഡ്. അത് പോയി. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഞാനും കൂട്ടുകാരെ കൂടി ഞായറാഴ്ച ദിവസം കളി ടൂർണമെന്റ് ഉണ്ടാവും. ടൂർണമെന്റ് പോയി കളിച്ച്. അപ്പൊ ടൂർണമെന്റ് ബാറിലല്ലേ കളിക്കുന്നത്. അപ്പൊ ടൂർണമെന്റ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ എൻജോയ് ചെയ്താ പോണത്. പോയി കഴിഞ്ഞ് ബില്ലടച്ചപ്പോ ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടാ മെസ്സേജ് ഇവിടെ വന്നേക്കുന്നത്. ഞാൻ ഇപ്പൊ ഇവിടെ പൈസ കൊടുത്ത് ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചതിന്റെ ഇത്ര രൂപ ഭക്ഷണം കഴിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവും. അത് ആ പേര് കേൾക്കുമ്പോ എന്താ എന്നും തോണ്ടിയോ പ്രമോഷനായി പോട്ടാ വരും. അപ്പോഴേക്കും ഞാൻ ഇതെന്താ സ്നൂക്കർ കളിക്കാൻ പോകുന്നോട്ട് അവിടെ പോയെന്താ. അപ്പൊ അതിന്റെ അറ്റത്ത് ബാർന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഡെബിറ്റ് വരുമ്പോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതിപ്പോഴും മനസ്സിലാവുന്നട്ടാ, അത് ബാർന്നല്ല ബാർകോഡ്. അത് അല്ല, അത് ഈ വീക്കെൻഡിലൊക്കെ ഞങ്ങൾ അങ്ങനെ ഇവർക്കും അറിയാം, ഇവരായിട്ടൊക്കെ പോകും അവിടെ കളിയുള്ള സ്ഥലത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊണ്ട് ബോർഡ് കാണിച്ചിട്ട് പോകുന്നു. ബോർഡ് കാണിച്ചപ്പോഴാണ് അവിടെ ഉള്ള സംഭവം ഞാൻ മനസ്സിലാക്കിയത്. സ്നൂക്കർ ഭ്രാന്താണ്. ഇവിടെ ഉണ്ട് ബോർഡ്, ഫ്ലാറ്റിലുണ്ട് ബോർഡ്, പക്ഷെ കളിക്കാൻ കൂടെ ആളില്ല. ഇപ്പൊ ഇവിടെ നിന്ന് അടിച്ചിട്ട് ഞാൻ തന്നെ പോയി അപ്പുറത്ത് പഠിക്കണം. അപ്പൊ അത് പറഞ്ഞാൽ ഇവിടെ നടക്കൂല. ന്യൂക്ലിയസ് മാളിലുണ്ട്. ശരിക്കും നിങ്ങളുടെ ഇപ്പം കല്യാണം ഏജ് ഒക്കെ ആണെങ്കിൽ പോലും വളരെ ഒരു സാധാരണ ഏജിനെക്കാട്ടിലും അല്ലേ, കല്യാണം കഴിക്കുന്ന ഒരു ഏജിനെക്കാട്ടിലും കുറഞ്ഞ ഏജിലല്ലേ നിങ്ങൾ മാരേജ് ചെയ്തത്? ഏത് വയസ്സിലെ ഏത് പ്രായത്തിലായിരുന്നു കല്യാണം? എനിക്ക് 24 വയസ്സും 21 വയസ്സും. അപ്പം അതൊരു ലവ് മാരേജ് ആയിരുന്നു. ആ ലവ് മാരേജ് കഴിഞ്ഞു. അതിൽ കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യർക്കും ഇല്ലാതെ ആരാ ഉള്ളത്? വളരെ വിരളം ആൾക്കാർക്ക് ചിലപ്പോൾ ഇല്ലാതെ ഞാൻ പറഞ്ഞ തല്ലു ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി പക്ഷെ ഒരുപാട് കഷ്ടം. പക്ഷെ എന്നാലും ഇതിലൊക്കെ നമുക്കൊരു ബൂസ്റ്റ് ഉണ്ടാവുമല്ലോ. നമുക്ക് ഇതിനെ എന്ത് വന്നാലും നമുക്കിത് അടിച്ചു കയറാന്നുള്ള പ്രചോദനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ആ ഒരു പ്രചോദനം ആക്ച്വലി എവിടുന്നായിരുന്നു? അത് എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞത് ഈ ഇരിക്കുന്ന ആള് തന്നെ. കാരണം പല സിറ്റുവേഷനിലും നമ്മൾ പോയി ആട്ടപ്പടലം പൊട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഇന്നത്തെ പോലെ അല്ല കേട്ടോ. അന്ന് എനിക്ക് മിമിക്രി പോയാൽ കിട്ടണം 300-500 രൂപ. അതെന്തായാലും ഓട്ടോറിക്ഷ കാശും കൂടി കഴിയുമ്പോഴത്തേക്കും 300 രൂപ തികച്ചുണ്ടായുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ലക്ഷങ്ങളുടെ ഓപ്പറേഷനൊക്കെ നടന്നേക്കണം. ആ സമയത്ത് ഞാൻ ചാവൂന്ന് ഉറപ്പായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഒരു പാലത്തിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. അന്നേരം വൈഫിൻ്റെ അമ്മ വിളിച്ച്, അമ്മക്കറിയാം ഞാൻ പോയ അവിടം വരെ പോകുന്നറിയാം. വിളിച്ച് വരുത്തിട്ട് പൈസ ഉണ്ട്, പൈസ തെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തി. ആ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഒരു 10-15 വർഷം മുമ്പ് ആയപ്പോഴത്തേക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റായി, ഏകദേശം ട്രാക്കിലായി. അപ്പൊ ഈ കല്യാണം കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിയും ബോധമില്ലാത്ത സമയത്താണ് കല്യാണം കഴിച്ചത്. ഇത് ബുദ്ധിയും ബോധമില്ലെങ്കിൽ സെലക്ഷൻ അടിപൊളിയായിരുന്നു. അല്ല, അതിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വർഷത്തെ കാര്യം വെച്ച് പറയും. ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം പറയും. അതെന്തായാലും നമുക്കൊന്നറിയാം. അല്ല, അത് എന്തൊരു പറഞ്ഞിട്ടുള്ള ഇനി അത് കേട്ട ആൾക്കാർ എന്നെ തല്ലും. ഒരു വർഷം ഒരു വർഷം കുറച്ച്
എന്താ പറയാ ചീത്ത കൂട്ടുകെട്ടിനോ കൂട്ടുകാരെ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. കൂട്ടുകെട്ടല്ല, പുള്ളിയുടെ കയ്യിലിരിപ്പിന്റെ കുറെ ജോലിക്ക് പോവാതെ വീട്ടിലിങ്ങനെ കൂട്ടുകുടുംബായിരുന്നല്ലോ. അപ്പം വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നോക്കാണ്ട് ഒരു പണിക്കും പോവാതെ ഒരു നാണമില്ലാതെ ഉച്ചക്ക് പോയി ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കും. ആ കൂടുതൽ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടല്ലേ അത്? അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് മാറി താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അത്രയും നാളൊക്കെ ചുമ്മാ പറഞ്ഞോണ്ട്. അപ്പം ആ ഒരു എനിക്കും 21 വയസ്സിന്റെ പക്വത ഇപ്പൊ എന്റെ വിചാരം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ആ ജേഴ്സി കൊണ്ട് കൊടുക്കണതും ചോറ് ജോലിക്ക് വന്നും പറഞ്ഞിട്ടല്ലേ പോണത്. അപ്പൊ ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കണതും ഒക്കെ ആ ഒരു ഇതില്. പക്ഷെ കളിക്കാനാ പോണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് കളിക്കാൻ പോണെന്ന്. അത് അല്ല, ഈ സ്വർണ്ണമൊക്കെ 1 മാസം 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ ശരിയാക്കി അല്ലേ? ഇയാൾക്ക് വീട്ടിൽ നിന്ന് കൊടുത്തതൊക്കെ 1 മാസം 2 മാസമായിട്ട് എടുത്തിട്ടെന്ന് തോന്നാം. ഞാനതല്ല, ഇത് പണയം വെക്കാനറിയാമല്ലോ, എടുക്കാനറിയില്ലെന്നേ. എടുക്കാനറിയില്ല, ഇതിട്ട് ചോദിക്കയില്ലട്ടാ. എന്റെ സ്വർണ്ണം എടുത്തു തരാത്ത പിന്നെ വീട്ടിൽ കയറും. 1 മാസം കയറില്ല. അത് 100 രൂപയ്ക്ക് ചാള മേടിക്കാൻ പോയ ആള് 4 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നത്. അന്ന് ഉത്സവം, വീണ്ടും ആൾക്ക് ഉത്സവം നടക്കുക. അപ്പോൾ പെങ്ങളും എല്ലാവരും വന്നപ്പോൾ എൻ്റെ 100 രൂപ വന്നിട്ട് പോയി ചാള മേടിച്ചിട്ടുണ്ടാകും. ഞാൻ 100 രൂപ കൊണ്ട് ചാള മേടിക്കാൻ റോട്ടി വന്നപ്പോഴത്തെ കൂട്ടുകാരന്മാർ വന്നിട്ട് എവിടെ പോകണം? 3 ഓക്കെ, കയറി പോയി. എന്നെ തളത്തിൽ തന്നെ എന്തെന്നാ ശ്രീനിവാസൻ ചേട്ടൻ്റെ പേരെ വിളിച്ചോണ്ടിരുന്നു വീട്ടില് എല്ലാവരും ഈ ചാള കേസിൽ. അങ്ങനെ ഉത്തരവാദിത്വം. ഒരു ദിവസം ഞാൻ പറഞ്ഞ് മുയലിന് തീറ്റ മേടിക്കണമെന്ന് പറഞ്ഞു. അന്നേരം മുയലെല്ലാം കിടക്കുക. ഞാൻ ഫുഡ് മേടിക്കാൻ ഇതുപോലെ ഇവിടെ വന്നു, തൃപ്പൂണിത്തറ വന്നപ്പോൾ വേറൊരു കോളേജ്. എങ്ങോട്ടാ? കാന്തല്ലൂരിൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ കാന്തല്ലൂരിൽ നിന്ന് വന്നത്. വന്ന് ഇവിടെ റോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവന്മാർ ഒറ്റ വിടൽ വിട്ട് കളഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉറങ്ങി, ഞാൻ കയറി കിടന്നു. രാവിലെ ആയപ്പോഴത്തേക്ക് ഈ വിറക് കൊത്തണ സൗണ്ട് കിട്ടും. അന്ന് ഗ്യാസൊന്നുമില്ല. പതിവിലും വിപരീതമായിട്ടുള്ളൊരു ബലം കൊത്തണേന്. അപ്പം എനിക്ക് തോന്നി അത് എനിക്കിട്ടുള്ള കൊത്താത്. പതിയെ എണീറ്റ് ആരും പറയാതെ ഫ്രണ്ട് പോലെ ഇറങ്ങിയപ്പോൾ കളഞ്ഞു. അങ്ങനെ തന്നെ ഭയങ്കരമായിട്ട് പണിക്ക് പോത്തേ ഇല്ലായിരുന്നു. പക്ഷെ ഒറ്റക്ക് താമസിച്ചു തുടങ്ങിയപ്പോഴത്തേക്കാണ് ഈ വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാവണതും. ഞാൻ കൊടുത്തില്ല, തിന്നാനില്ലല്ലോ ഇതിന് നിവൃത്തിയില്ലാതെ. നിവൃത്തിയില്ലാണ്ട് പണിക്ക് പോയിന്നല്ല, ഞാൻ കൊടുത്തില്ല കഴിക്കാനില്ലല്ലോ ഇദ്ദേഹത്തിന്. വീട്ടിലാകുമ്പോൾ അമ്മ എല്ലാവരും ഉണ്ടല്ലോ, അവരങ്ങനെയൊന്നും ചിന്തിക്കൊന്നുമില്ല. ഞാൻ പണിക്ക് പോകാത്ത കാര്യമൊന്നും ചിന്തിക്കാൻ അങ്ങനെയൊന്നുമില്ല, എനിക്കൊട്ടുമില്ല. പക്ഷേ ഇയാളൊരാളും കൂടി ഉണ്ടല്ലോ അവിടെ. പക്ഷെ ആ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ വന്ന് സെറ്റായി. പിന്നെ മീഡിയ കുറച്ചുകൂടെ മീഡിയയിലൊക്കെ പിന്നെ ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത്. അതെ 9 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴല്ലേ? 9 വർഷം കഴിഞ്ഞിട്ട് മീഡിയയിൽ വന്നത്. ശരിക്കും അതിനൊരു സുഖമില്ലേ? നമ്മളിങ്ങനെ 0 നിന്ന് ഇങ്ങനെ തുടങ്ങി വന്ന് അങ്ങനെ കയറുക, നമ്മുടെ പരിശ്രമം കൊണ്ട് കയറി പെട്ടെന്നൊരു ദിവസം നമ്മളെ വന്ന് വിളിച്ച് വലിയൊരു ആക്ടർ ആക്കുക ഒന്നുമല്ല. അങ്ങനെ പരിശ്രമിച്ച സ്ട്രഗിൾ ചെയ്ത് കയറി വരുമ്പോൾ കിട്ടുന്നൊരു മനസ്സുകൊണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ സാമ്പാർ ഏത് സാഹചര്യത്തിനും ജീവിക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോ നമുക്ക് എന്ത് വന്നാലും ജീവിക്കാൻ പറ്റും, കടത്തന്നെ കിടന്നാലും ജീവിക്കാൻ പറ്റും. സാമ്പാർ ഉണ്ടാക്കിയിട്ട് 2 പേരും കൂടെ സൂപ്പർ സാമ്പാർ എന്നൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ടാക്കിയിട്ടേ ഒരു 50 പേർക്ക് കഴിക്കാനുള്ള തോന്നുന്നു. അളവറിയില്ല. ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ദിവസം കൂട്ടി, അപ്പോൾ ഭയങ്കര സന്തോഷം. ഉച്ചക്ക് ഇത് തന്നെ, അപ്പോൾ സന്തോഷം ഇച്ചിരി കുറഞ്ഞു. വൈകിട്ട് ഇത് തന്നെ പിന്നെ കുറഞ്ഞു. പിന്നെ ഇതെടുത്ത് മാറ്റാൻ പറഞ്ഞു അവിടെ നിന്ന്. അതേപോലെ ഞങ്ങൾ വന്നത് ഈ ഉണ്ടാക്കണമെന്ന് അറിയില്ലല്ലോ. ഞങ്ങളുടെ താമസിച്ച വീട് ഈ ഒരു ഹോളില്ല, ഇത്രയും. അവിടെ സ്റ്റൗ വെക്കണം, ഇങ്ങനെ വരും, അവിടെ കിടക്കണം. ഒരു പായം 2 തലേണ, ഒരു ബക്കറ്റും കുളിക്കാനുള്ള കപ്പും കൊണ്ട് ഞങ്ങൾ ജീവിതം തുടങ്ങുന്നത്. പിന്നെ അതിനൊക്കെ അല്ലേ ഹാപ്പി ആയിപ്പോ. ഇതൊക്കെയായിരുന്നു ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അതിലെ തന്നെ. അല്ല, അതുണ്ടാവണം. അതുണ്ടായില്ലെങ്കിൽ നമ്മൾ ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അല്ലെ നമ്മൾ എവിടെയെങ്കിലും പോണ വഴിക്ക് നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ, എല്ലാ നമുക്ക് ആനന്ദത്തിന് പറ്റിയ എല്ലാം ഉണ്ട്, ഡൈവേർട്ട് ചെയ്യാൻ. പക്ഷെ ഒന്ന് തിരിഞ്ഞ് പുറകോട്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ പേര് നമ്മുടെ പുറകിലുണ്ട്. അപ്പോൾ അവരൊന്ന് ഇടയ്ക്ക് ആലോചിക്കണം. പോയിന്റ്, വലിയ പോയിന്റാണ്. ഇപ്പോൾ ഇതിലൊക്കെ ഇപ്പം നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ വലിയൊരു ഘടകമാണ്. ഇപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് ബാഡ് ആയതുകൊണ്ടല്ല, പക്ഷെ നമുക്ക് ഏത് കൂട്ടുകെട്ടിലോട്ട് വേണം പോകാൻ എളുപ്പമാണ് ഈ പറഞ്ഞത്. പക്ഷെ അപ്പോഴൊക്കെ ഇപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം, നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് താങ്ങി നിർത്തിയ ഒരു വ്യക്തി, ഫാമിലി നല്ലാതെ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഇതിനൊക്കെ കൂടെ ഉണ്ടായ അന്ന് ഇപ്പോൾ വരെയുള്ള അങ്ങനെ താങ്ങി നിർത്തിയ ഒരാളുടെ പേരോ 2 ആളുടെ പേരോ പറയാനാണെങ്കിൽ ചേട്ടാ? ഒരെണ്ണം ജയകൃഷ്ണൻ അല്ലേ? ജയകൃഷ്ണൻ. അത് എൻ്റെ ഈ ഒരു ഘട്ടകാലത്തും ആദ്യമായിട്ട് ഞങ്ങൾ വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കുമ്പോൾ അവനുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ ഓണത്തിന് ഉണ്ടാക്കാതെ ഞങ്ങൾക്ക് തേങ്ങ ഇരണ്ടി തരുമായിരുന്നു അവിടെ നിന്നിരുന്നു.
അതിപ്പോൾ വരായിട്ട് അവനായിട്ടുള്ള കണക്ഷൻ. എനിക്ക് എന്തൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം അവനെ വിളിക്കാം. ഡയറക്ടറാണ് ജെ.കെ. ആനമയിലോട്ടം സിനിമയില്ല, അതിൽ ബാലു വർഗീസ് ഒക്കെ ചെയ്യുന്നത്, അതിലൊരു ഡയറക്ടറാണ്. പിന്നെ വീട്ടിൽ ഇതേപോലെ തന്നെ മിമിക്രി നടക്കുമ്പോൾ ഒന്നും രക്ഷയില്ല മാർഗ്ഗമില്ല എന്നൊക്കെ പറയുമ്പോഴും വൈഫിൻ്റെ അമ്മേനോട് പറയും അടുത്ത സലിംകുമാറേവൻ, അമ്മ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോഴും കൂടെ ഉള്ള ആളാണ് ജയകൃഷ്ണൻ. ഓക്കെ, എന്നാൽ ആദ്യം തൊട്ട് ആദ്യം ആ സദ്യക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ വാടക താമസിക്കുമ്പോഴത്തേക്ക് അവിടെ വരും. ഈ ഇല്ലായ്മയിലും ഞങ്ങളുടെ ചോറിന്ന് കൈയിട്ട് വരാൻ വരും. അത് ഇപ്പോഴും അതെ. ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട് വെക്കണത് ഇവന്റെ വീടിന്റെ അടുത്ത് തന്നെ. അവിടെ വീട് വെച്ചിട്ട് ഞങ്ങൾ അത്ര ഇവിടുന്ന് അവിടെ നിന്ന് പുട്ട് കഴിച്ചിട്ട് ഇവനെ ഇറങ്ങുമ്പോ ഇവിടെ രശ്മി പുട്ട് വെച്ച് ജയിന് വേണ്ടിട്ട് പുട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. നിറച്ച് കഴിച്ചു വന്നാലും വീട്ടിൽ വന്ന് പുട്ട് കഴിക്കും. ഞങ്ങൾ കളിയാക്കുകയും ചെയ്യും. അപ്പൊ പുള്ളി എന്നാലും ഒരു കുഴപ്പമില്ല. ആ പുട്ട് എന്തും നമുക്ക് പറയാവുന്ന ഒരു ആളാണ്. ഇപ്പൊ ചേച്ചി ഇപ്പം നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഇപ്പൊ ചേച്ചിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം സാക്ഷേട്ടന്റെ ഒരു ഫ്രണ്ട്സ് വേറൊരു രീതികളായിരിക്കാം അല്ലെ, അതിലോട്ട് വന്നപ്പോൾ ഒരു മാറ്റം സാക്ഷേട്ടന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള കമ്പനി അതെങ്ങനെയായിരുന്നു? അത് എന്റെ കൂട്ടുകാരാട്ടോ. എനിക്ക് ചേട്ടയുടെ കൂട്ടുകാരായിട്ട് അങ്ങനെ കമ്പനി ഇല്ല. കാരണം സാക്ഷേട്ടന്റെ എല്ലാ കൂട്ടുകാരെയും എനിക്കൊന്ന് ചേച്ചിക്കും അറിയാം. ഇപ്പൊ തന്നെ നമ്മൾ മറ്റേ ശ്രീരാജ് എന്ന് പറഞ്ഞപ്പോ തന്നെ ചേച്ചി പറഞ്ഞു ശ്രീരാജ് എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നിടത്താണെങ്കിലും ഇവരുടെ വൈഫ് എല്ലാവരുടെയും വൈഫ് ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ട്. അപ്പൊ കളി ഉണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിക്കും, ഇന്ന് വരണുണ്ടോ, ഇന്ന് ചേച്ചി വരുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ വരുവാണെന്നുണ്ടെങ്കിൽ അവരും വരും. അവര് വരുവാണെങ്കിൽ വൈഫ് അങ്ങനെ. പിന്നെ ദൂരെ നിന്ന് കളിക്കാൻ വരുന്ന പിള്ളേരുണ്ടാവല്ലോ, അപ്പൊ അവര് വരുമ്പോ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ നിൽക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച്, ഇവര് രാവിലെ പോകും, ഞങ്ങൾ ഒരുമിച്ച് രണ്ടാമത് എല്ലാരും കൂടി കളി കാണാൻ പോകും. നല്ലൊരു കണക്ഷൻ വരുന്നത് നല്ലതാ. ഇവരെവിടെ പോയാലും അറിയാനും പറ്റും. സ്നൂക്കറിന് പോയില്ലെങ്കിൽ അറിയാൻ പറ്റുമല്ലോ അത്. അല്ലെങ്കിൽ ചിലപ്പം കളത്തരൊക്കെ കാണിച്ചൊക്കെ വരും. അപ്പൊ അല്ലെങ്കിൽ ഡോറ് ഒന്ന് പറയുമ്പോ അയച്ചു ഭക്ഷണം കഴിച്ചാ ഇങ്ങനെന്നൊക്കെ ചോദിച്ചായിരിക്കും വരണത്. ചിലപ്പോ അങ്ങനെ വരുന്ന ദിവസം ചിലപ്പോ മിണ്ടൂല. മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ പിടിച്ചാലോട്ട് അപ്പൊ ഫോണിൽ വിളിക്കുമ്പോ എവിടെ എത്തിയായിട്ട് ഞാൻ ഇപ്പൊ ഒരു 10 മിനിറ്റ് എന്ന് പറയും. അപ്പൊ 10 മിനിറ്റിന്റെ ഇത് ഇങ്ങനെ കൂടി വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും ഒരു ഡിലേ ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ മിണ്ടില്ല, ഞാൻ അപ്പൊ അപ്പറേ പോയിരിക്കും. അപ്പൊ അതിൽ പറഞ്ഞ് കയറി വരുമ്പോ ആള് മിണ്ടാതെ പോയി ഡ്രസ്സൊക്കെ ഊരിയിട്ട് വന്ന് ഒരു കിടപ്പകിട. ചിലപ്പോ ഞാനപ്പോ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കും, ഉറങ്ങുവാണോ എന്നൊക്കെ നോക്കും. അപ്പൊ കള്ളത്തരമൊക്കെ എനിക്ക് വിട്ട് കിട്ടും ആളുടെ. പിന്നെ എത്ര നാളായിട്ട് കാണുന്നു. അതല്ല, ഇത് കഴിഞ്ഞിട്ടാണ് രസം. പിറ്റേ ദിവസം ആകുമ്പോഴായിരിക്കും അയ്യോ എന്താ വേണ്ടത്. ഞാൻ അമ്പലം എന്ന് പറഞ്ഞാൽ അവിടെ വീഴുന്ന ആൾക്കറിയാം. അതുകൊണ്ട് വരാനുണ്ട് വൈകുവാണെങ്കിൽ ഉടനെ വെച്ചു നമ്മൾ നാളെ കഴിഞ്ഞ് അവിടെ അമ്പലത്തിൽ പോവാട്ടോ, നമ്മൾ അമ്പലം അങ്ങനെ അങ്ങ് പോവാണ് അമ്പലത്തില് എന്ന് പറയാം. അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഇത് അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. എന്നിട്ട് ഈ പറഞ്ഞ മറ്റൊന്ന് അമ്പലത്തിൽ പോകുന്ന മറ്റൊന്ന് രാവിലെ ചേട്ടായി നമുക്ക് അമ്പലത്തിൽ പോകണ്ട. അമ്പലത്തിലാ? ഏതമ്പലത്തിൽ? ഓ അങ്ങനെ ഉണ്ടല്ലേ. ഇല്ല, അമ്പലത്തിൽ പോകാൻ പറഞ്ഞ കൊണ്ടുപോകും. അത് രാവിലെ അമ്പലത്തിൽ പോകും. ഇത് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ നമ്മള് സ്മോക്ക് ചെയ്യും എല്ലാരും കൂടി കൂടിയപ്പോഴേ സ്മോക്ക് ചെയ്യും. ഞാൻ നിർത്തി, വർഷങ്ങളായി നിർത്തിയതാ. ശരി. അപ്പൊ ഇങ്ങനെ കമ്പനി കൂടിയപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ഇതിപ്പോ ഇയാൾ കണ്ടുപിടിച്ചൊരു അബദ്ധം. ഞാൻ 5 വർഷമായില്ലേ നിർത്തിയിട്ട്, 5 വർഷമൊക്കെ സ്മോക്ക് ചെയ്യൽ നിർത്തിയിട്ട്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചേട്ടനവൻ്റെ കല്യാണമായിരുന്നു. അപ്പൊ അവിടെ വെച്ച് സത്യത്തിൽ ഞാൻ വലിച്ചാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് എന്താ ചോദിച്ചത്, ഞാൻ സിഗരറ്റ് വലി കള്ളുകുടി എല്ലാം തുടങ്ങിയില്ലായിരുന്നു ചേച്ചി. അപ്പൊ വേഗം എനിക്ക് ഇട്ട് നോക്കിയിട്ട് ഞാൻ അവിടെ നിൽക്കും. ഇവിടെ ഏറ്റവും ആകെ ഒരെണ്ണോ വലിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഒരെണ്ണോ ഞാൻ കണ്ടല്ല, ഒരെണ്ണമൊന്നും അല്ല വലിച്ചെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഇല്ല സത്യമായിട്ട് ഞാൻ ഒരെണ്ണോ വലിച്ചുള്ളൂ. എച്ചിനോട് ആര് പറഞ്ഞെന്ന് വെച്ച് ഞാൻ ചുമ്മാ ചോദിച്ചതാ, സത്യം വേണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ചോദിച്ച് ചേട്ടൻ ഇന്നലെ അപ്പൊ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാലോ. ചേട്ടന്റെ മോന്റെ കല്യാണം, അതിന്റെ പരിപാടി, എല്ലാവരും കൂടി ഫാമിലി വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ കൂടിയപ്പോ കഴിച്ചു. അത് ഞാനും ഉണ്ട്, ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നപ്പോഴാ. അപ്പം ചുമ്മാ ഒന്ന് ചോദിച്ചതാ, ചേട്ടൻ ഇന്നലെ സിഗരറ്റ് വലിച്ചല്ലേന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞ നുണ പറയരുത് പറഞ്ഞു. അപ്പൊ ആ ഒരെണ്ണം വലിച്ച് വെച്ചു. അങ്ങനെ കണ്ടു, ഞാൻ കണ്ടില്ല, ചുമ്മാ ചോദിച്ചതാന്ന് പറഞ്ഞു. ഇപ്പോഴും അറിയാത്ത വേറെ അബദ്ധം ഞാൻ പറഞ്ഞുതരാം.
ഇതുപോലെ തന്നെ ഞങ്ങൾ കല്യാണത്തിന് ഈ ദിവസങ്ങളിൽ തന്നെ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ വായൊക്കെ കഴുകി സ്മോക്ക് ചെയ്തേക്കണോണ്ട് വായൊക്കെ കഴുകി ഇവിടെ അറിയില്ല എല്ലാം സെറ്റായി. അവിടെ മറ്റേ ഇഞ്ചിപ്പുല്ലുണ്ട് അവിടെ നമ്മുടെ ഇവിടെ മറ്റേ മണമുള്ള പുല്ല് അത് കയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ച് ഇത് കേക്ക് അല്ല വലിക്കില്ലല്ലോ ഇനി. എന്നിട്ട് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വാതിൽ തുറന്നു വന്നപ്പോഴേ വാഷ് ബേസിന് ചേട്ടാ എന്റെ കണ്ണിൽ എന്തോ ഒന്ന് ഊതിക്കുന്നു. ഒറ്റ ഊതലിൽ ചോദിച്ചില്ലേ ഓർക്കണ്ട. അപ്പൊ പറയാൻ പറ്റില്ല അല്ല ഇപ്പഴേ വെളിപ്പെടുത്തിയത്. അപ്പൊ എന്നോട് തർക്കിച്ച് പിന്നെ ഞാൻ വലിച്ചിട്ടൊന്നുമില്ല. നിങ്ങള് ശരിക്കും ഒരുപാട് പിരിഞ്ഞു നിന്ന സമയങ്ങൾ അധികം ഉണ്ടായിട്ടില്ല അല്ലേ? പക്ഷെ ആ റിയാലിറ്റി ഷോയ്ക്ക് പോയപ്പോൾ അത്രയും നാൾ പിരിഞ്ഞിരുന്നപ്പോൾ അത് പിരിഞ്ഞിരുന്നപ്പോഴും ഈ വ്യക്തിയുടെ ക്യാരക്ടർ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ ശരിക്കും എനിക്ക് തോന്നിയത്? ആ പിരിഞ്ഞിരുന്നപ്പോ എന്തായാലും സങ്കടമുണ്ട്, വിഷമം ഉണ്ടാവും. കാരണം നിങ്ങൾ അങ്ങനെ അമേരിക്കയിൽ എവിടെ പോയാലും ഞാൻ അവിടെ നിന്ന് വാട്സപ്പിൽ നമുക്ക് കോൾ ചെയ്യല. ഞാൻ അമേരിക്കയിൽ പോയാലും പുറത്തിറങ്ങൂല, UK പോയാലും പുറത്തിറങ്ങൂല, വൈഫൈ കിട്ടൂല. പിന്നെ അത് കാരണം കറങ്ങാനൊന്നും ഞാൻ പോകില്ല. ഞാൻ റൂമിൽ തന്നെ എനിക്ക് ഇടക്കിടക്ക് വിളിക്കും, ഗുളിക കഴിക്കണ പോലെ വിളിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സെറ്റായത്, ഒന്ന് അഡ്ജസ്റ്റ് ആയത്. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചേച്ചിക്കോ ആ സമയത്ത്? എനിക്ക് ആ സമയത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടാ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പോന്നാ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ബാത്റൂമിൽ കുഞ്ഞു ടൈലാണ്. ഈ ടൈൽ എണ്ണിക്കേണ്ട ഓരോ ദിവസം ഞാൻ ഒരു ദിവസം അങ്ങനെ എൻ്റെ റൂട്ട്. ഇവിടുന്ന് പോരാൻ പറഞ്ഞ ഈ പുറത്ത് ആൾക്കാർ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു മത്സരമല്ലേ. ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എല്ലാം ഒരുമാതിരിപ്പെട്ട തല്ലുപിടുത്തം വഴക്കൊക്കെ ഞാൻ വഴി തന്നെ പോയേക്കണം. പക്ഷെ ഞാൻ ഫ്രെയിമിൽ വന്നില്ലെന്നുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഞാൻ എപ്പോഴാണെങ്കിലും ചവിട്ടി തേച്ച് പോകും, എനിക്ക് ജയിക്കണം ഇത് പറഞ്ഞോളൂ. പിന്നെ എനിക്ക് വെറുതെ ഇത്ര പേയ്മെന്റ് പറഞ്ഞിട്ട് ഞാൻ പോയേക്കുന്നത്. അതാണ് എൻ്റെ ടൈൽ, ഓരോ ശമ്പളമാണ് ഓരോ ടൈലുണ്ട്. അല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ, ജീവിക്കണ്ടേ. നമ്മളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ അതിലേക്ക് വിളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എൻ്റർ ചെയ്യാനുള്ള ഒരു അർഹതയുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പുറത്ത് ഒരാളെ വിളിച്ച് കയറ്റൂല്ല. പിന്നെ ഒരു പേയ്മെന്റും തീർച്ചയായിട്ടും പേയ്മെന്റ് വലിയൊരു കാര്യമാണല്ലോ, അത് തന്നെ മെയിൻ. പക്ഷെ അവിടുന്ന് ഇപ്പം ഇറങ്ങുമ്പോൾ പക്ഷെ നിങ്ങളുടെയൊക്കെ ആ ഒരു സീസൺ സ്റ്റാർട്ടിങ് പരിപാടികളായിരുന്നല്ലോ, അത് കഴിഞ്ഞാൽ സീസൺ 2 ആയിരുന്നല്ലോ. അപ്പോൾ ഈ അതിനിപ്പോൾ 2 രീതികളുണ്ടല്ലോ ഇറങ്ങുമ്പം. ഒന്നെങ്കിൽ ഏറ്റവും നല്ലൊരു ഇമേജ് കിട്ടുക, അല്ലെങ്കിൽ ഏറ്റവും മോശം ഇമേജ് കിട്ടുക, അല്ലെങ്കിൽ അതിന് പറ്റി അങ്ങനെ പലതും വരാമല്ലോ. പല ആൾക്കാരും ബഹുജനം പലവിധം എന്ന് പറയുന്നത് 100 പേരിൽ 50 പേർക്ക് വേറെ ഇതായിരിക്കും. അപ്പൊ അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഇറങ്ങുമ്പം എന്തെങ്കിലും അല്ലെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ? എന്താണെന്നറിയാമോ, ഞാൻ ഈ ബിഗ് ബോസ് ആയിട്ട് എനിക്കൊരു കണക്ഷൻ ഇല്ല. ഞാൻ ഇത് കണ്ടിട്ട് പോലും ഇല്ല. ഷോ ഫസ്റ്റ് സീസൺ ഞാൻ എൻ്റെ ഫസ്റ്റ് സീസണിന്റെ ഗ്രാൻഡ് ഫിനാലിലേക്ക് അവിടെ സ്കിറ്റ് കളിക്കാൻ ചെന്നുണ്ടായി. മുംബൈയിലാണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഫ്ലോർ ഇത് സെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ പ്രവീണൊക്കെ പറഞ്ഞു, ഏഷ്യാനിലെ ആൾക്കാരെല്ലാം അറിയാവുന്നല്ലേ, അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചോട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് ഇതുമായിട്ട് ബന്ധമുള്ളത് എനിക്ക്. ബാക്കിയൊക്കെ വന്നൊക്കെ അരച്ച് കലക്കി കുടിച്ച ആൾക്കാരെ, ഹിന്ദി തെലുങ്ക് തമിഴൊക്കെ കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. ഞാൻ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു 10 ദിവസം കൊണ്ട് എനിക്ക് അവിടുത്തെ റൂട്ട് പിടിക്കും, പരിപാടി മനസ്സിലായി. ഞാൻ അവിടെ ആരും എന്നെ നോമിനേറ്റ് ചെയ്യരുത്, ആ രീതിയിലായിരുന്നു ഞാൻ ഒരു 2-3 ആഴ്ച അങ്ങനെ പോയത് നിന്നത്. അത് കഴിഞ്ഞ് നോമിനേറ്റ് തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ 4 ആഴ്ച അടുപ്പിച്ച് ക്യാപ്റ്റനായത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ എൻ്റെ കൂടെയുള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കായിരുന്നു. അവർ പോയാൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഞാനെല്ലാം പ്ലാൻ ചെയ്ത് തന്നെ നിന്നത്. ഫുട്ബോൾ ആണെങ്കിൽ തന്നെ ഇപ്പോൾ റൊണാൾഡോ റെഡ് കാർഡ് കാണിച്ച് പുറത്താവുണ്ട്, മെസ്സി റെഡ് കാർഡ് കണ്ട് പുറത്ത് കണ്ട് എന്ന് വെച്ചാൽ നാളത്തെ കളിക്ക് റൊണാൾഡോ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കും കാണാനുള്ളതെന്ന് പറഞ്ഞു. ഇല്ല, അത് ആ സ്പിരിറ്റാണത്, അതിൽ കാണണം. പിന്നെ ഞാനൊരു ദിവസം ഫോൺ ചെയ്തു എന്നല്ലേ, ഞാൻ ഫോൺ ചെയ്തു പാഷാജിക്ക് ഫോൺ, അതൊക്കെ പിണ്ട് വരുമ്പോഴാണ് എനിക്കിങ്ങനെ നഖം കടിക്കണ ശീലം ഉണ്ടെന്നേ. ഇങ്ങനെ കടിക്കുന്ന ഞാൻ ഇങ്ങനെ കടിച്ചോണ്ട് പാസ് ചെയ്താ അത് അവിടെ വരെ വന്നിട്ട് പിന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെ കടിക്കും ഞാൻ എപ്പോഴും. അപ്പൊ കൈ ഇങ്ങനെ ഇങ്ങനെ കടിക്കുന്നു. അത് ചിലപ്പോ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു തെറിന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കേട്ടു. എനിക്ക് ഫേസ്ബുക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം ഒരു തരത്തിൽ നല്ല കാര്യം ഞാൻ പറയുള്ളൂ. അല്ല ഞാനും ഈ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. മനസ്സിലായി. എനിക്കതൊന്നും അറിയില്ല. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം എന്റെ പാസ്വേഡ് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പം ഫേസ്ബുക്ക് ഉണ്ട്, പക്ഷെ എനിക്കത് ഉപയോഗിക്കാൻ അറിയില്ല. അത് കൊച്ചുകൂടെ മോളുണ്ടായിരുന്നപ്പോ അവള് എന്തെങ്കിലും നമ്മള് മറ്റേ സി കേരളത്തിലായിരുന്നു. അപ്പൊ അതില് ലൈവ് പോകാൻ വേണ്ടിട്ട് അന്ന് എടുത്തു തന്നതാ. പക്ഷെ എനിക്കത് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പൊ ചേട്ടായി ഇങ്ങനെ എന്തെങ്കിലും നല്ല പരിപാടി മസാല ഉപയോഗിച്ചാൽ മതി, മസാല ഉപ്പ്
കുട്ടികൾ വേണ്ടത്ര അല്ലേ? അതെ. വേണ്ടത്ര. പിള്ളേരുടെ വല്ല പരിപാടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ അത് മാത്രം എടുത്തിട്ട് കാണും. അതെ, പിന്നെ അതിൽ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അതങ്ങനെ തന്നെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ചു വന്നു. ഞങ്ങള് ഭയങ്കര ആക്റ്റീവാ സോഷ്യൽ മീഡിയ, വൻ രീതിയിൽ വൻ രീതിയിൽ. ഇപ്പൊ ഇങ്ങനെ ആ സമയത്ത് ഇപ്പൊ കമന്റ്സ് ആണെങ്കിലും ഒക്കെ വരുമ്പോഴും അതപ്പോ ഇഗ്നോർ ചെയ്യും ചേച്ചി? ഇപ്പം ആൾക്കാരെന്തെങ്കിലും പറയുവാണെങ്കിലും അല്ല, എനിക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അനിയത്തിക്ക് ഉണ്ടായിരുന്നു, അമ്മാവന്റെ മക്കള്, അവരൊക്കെ ഇത് കാണുമായിരുന്നു. പക്ഷെ അവര് കുറച്ച് ആൾക്കാർ അവരുടെ നമ്മുടെ ബന്ധുക്കൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ചിലതിനൊക്കെ അവര് മറുപടി കൊടുക്കും. പിന്നെ അങ്ങോട്ട് പിന്നെ കൊറേയൊക്കെ ചേട്ടൻ വന്നേ പിന്നെയാണ് എന്നെ കാണിച്ചത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് കാണിച്ചു തന്നത്. വന്നിട്ട് അത് പിന്നെ വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ മോശമായിട്ട്. ഞങ്ങളുടെ കുട്ടികളില്ലാത്ത അത് തന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു പറയാറ്. അപ്പം ഞാൻ അതിൻ്റെ താഴത്ത് കമന്റ്, മോനെ നിനക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ഭാവി ഒന്നും വരാതെ സൂക്ഷിക്കുക, ഞങ്ങൾ അവർക്ക് കൊണ്ട് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ റിപ്ലൈ ചെയ്യും. അല്ലാണ്ട് ഈ 10,000 മെസ്സേജാണോ കേരള ജനം, കേരളത്തിലുള്ള മലയാളികൾ 10,000 മെസ്സേജാണോ? ബാഡ് കമന്റ്സ് ഇടുന്നവരല്ലോ. പിന്നെ ഇതിപ്പോൾ സന്തോഷപ്പെട്ടിട്ട് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞ് അവിച്ച് ആ മനുഷ്യൻ എന്ത് നല്ല മനുഷ്യനെന്നറിയാമോ? ഇപ്പം എല്ലാവരും തിരിച്ചറിഞ്ഞ് സഹായിക്കുന്നതും കാര്യങ്ങളും. പിന്നെ നല്ല മനുഷ്യനാ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിക്കുള്ളൂ. പിന്നെ ചില കമന്റ് ഞാനിരുന്ന് വായിച്ച് ചിരിയ കമന്റ് വായിച്ചിട്ട് എന്തൊക്കെ രസമുള്ള കമന്റുകളാണ് വന്നത്. അല്ല, നെഗറ്റീവ് ആണെങ്കിലേ ഭയങ്കര തമാശയുള്ള കമന്റുകളുണ്ട്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. അവരെ സ്ക്രിപ്റ്റ് എഴുതി ഉഗ്രം പടം ചെയ്യും അവർക്ക്. ചോദിച്ചു, ഞാൻ എപ്പോഴും ഇത് വായിച്ചിട്ട് ഞാൻ ചിരിക്കും. ഞാൻ എന്നിട്ട് ചിന്തിക്കാത്ത സംഭവങ്ങളൊക്കെ. പുതിയ കണ്ടന്റ് കിട്ടും നമുക്ക്. അപ്പൊ കണ്ടന്റ് കിട്ടും, പക്ഷെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലത്തെ കണ്ടന്റുകൾ ഇച്ചിരി തെറിയൊക്കെ മിക്സ് ചെയ്താണെങ്കിൽ ചിരിച്ചു പോകും നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ. അല്ല, അവരെ ആ എവിടെ അത് ഉപയോഗിക്കണമെന്ന് കറക്റ്റായിട്ട് അറിയാം. അത് അങ്ങനെ ഒരു സമയം. പിന്നെ അത് ആ ഒരു സമയം, ഒരു ഫേസ്, പിന്നെ വേറൊരു ഫേസ് എന്ന് പറയാം. എന്തായാലും ഞാൻ ജോലി ചെയ്യണം എൻ്റെ വൈഫ് ജീവിക്കണമെങ്കിൽ, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ കമന്റ് ഇട്ട് നമ്മൾ മോശം പറയണം, അവർ പണിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇപ്പൊ ഇതെല്ലാം കൂടി പോകണം. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിലെ വീട് ഇപ്പൊ നിങ്ങൾ എടുക്കണതാണെങ്കിലും ഈ കമന്റ് വന്നാലും വ്യൂവേഴ്സ് വന്നാലും നിങ്ങൾക്കല്ലേ ഗുണം? അത് അവിടെ കാശ് കളഞ്ഞിട്ട് തെറി പറയണ്, ഞങ്ങൾ കാശ് മേടിക്കാതിരുന്ന് തെറി കേൾക്കണം. അപ്പൊ നമുക്കാ നഷ്ടം, നിങ്ങൾക്ക് ലാഭം, ഞങ്ങൾക്ക് നമുക്കെന്നല്ലേ? അപ്പൊ ടോട്ടലി ഞങ്ങൾ രണ്ടുപേരുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഞാൻ വരില്ല എന്ന് പറയും. ഇത് തന്നെ എനിക്ക് 2-3 ദിവസം എടുത്തൊന്ന് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. 3 ദിവസമായി ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഇന്റർവ്യൂവിന് വേറൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞു പെണ്ണിനെ. ഞാൻ വേറെ വല്ല പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ടൊന്ന് ഇരുത്താന്ന്. അതിൽ ഏതെങ്കിലും വിളിച്ചിട്ട് വന്ന് ഇരുത്തിക്കോളാൻ പറഞ്ഞു. അല്ല, അത് അറ്റ കയ്യാ. അപ്പൊ ഇന്നിപ്പോ ചോദിച്ചു ഇരിക്കണണ്ടാ? ഇരിക്കാം. ഓക്കെ ആയില്ലേ? പിന്നെ വേറെ കാര്യം, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇപ്പം സാച്ചേട്ടൻ്റെ ഇപ്പം നമ്മൾ വന്ന ഒരു സ്ട്രഗിളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആൾക്കാരെ പറ്റുന്ന പോലെ സഹായിക്കുക എന്ന് പറയുന്നൊരു ക്വാളിറ്റി അതെല്ലാവർക്കും ഇല്ല, എല്ലാ മനുഷ്യർക്കും ഇല്ല. 100 പേരെടുത്താൽ ചിലപ്പോൾ അതിൽ 50-60 പേർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് ആൾക്കാരെ അറിയാതെ ഒക്കെ വളരെ നല്ല രീതിയിൽ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പക്ഷെ കൂടുതലും പബ്ലിക് അറിയുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കാതെ ഞാനിപ്പോ ഇത് തന്നെ ഇതിന്റെ തന്നെ അറിഞ്ഞത് തന്നെ നമ്മള് പറയണമെന്നത് പറഞ്ഞല്ല. 2.5 വർഷം 3 വർഷം ആയില്ല ആയപ്പോ ഈ ഇന്റർവ്യൂ ചെയ്ത ചോദിച്ചത് ഈ സിനിമാടന്മാരെല്ലാം പെണ്ണുങ്ങളുടെ പുറകെയാണ്, സമൂഹത്തിനൊന്നും ചെയ്യണം, ആ രീതിയിലൊരു ടോക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞ മറ്റുള്ളവർ ചെയ്താൽ എനിക്കറിയില്ല, ഞാൻ ചെയ്ത് എന്താ വെച്ചാൽ അങ്ങനെ ആ ടെമ്പറിൽ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പറയില്ല. അതിന്റെ വലിയ ചടങ്ങായിട്ട് ഇതൊക്കെ നടത്തിയ സിദ്ദിഖ് സാർ എല്ലാവരും വന്നിട്ടുണ്ടായി. പക്ഷെ ഞാനൊരു ഫോട്ടോ പോലും പുറത്തിടിയിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം, അതെങ്ങനെയാണെന്ന് തിരഞ്ഞെടുക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ അതിന് ചോദ്യങ്ങൾ വന്നില്ല. കാരണം നമ്മൾ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അല്ലെങ്കിൽ അപ്പോൾ അത് പലരും ചിലപ്പോൾ അതിന് പുള്ളി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. വേണ്ട സാജു അത് വേണ്ട, സാജു അത് അങ്ങനെ എന്തെങ്കിലും അല്ല എന്തെങ്കിലും ആൾക്കാർ അതിന് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ലൈക്ക് അത് പറയും, എത്ര ഇപ്പോഴും പറയുന്ന ആൾക്കാരുണ്ടല്ലോ. കുഴപ്പമില്ല. മൈൻഡിൽ അത് തോന്നിക്കാനുള്ള ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നുമില്ല, അത് ഭഗവാൻ തോന്നിപ്പിച്ചതാണല്ലേ. ഞങ്ങളെല്ലാം തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്യാം. ഇപ്പം എൻ്റെ ചേട്ടന്മാരുണ്ട്, അവരോട് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. വീട്ടിൽ എന്തുണ്ടെങ്കിലും എൻ്റെ മൂത്തേട്ടനാണ് തീരുമാനിക്കുന്നത് എവിടെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ചോദിച്ചു ഇങ്ങനെ നമുക്കങ്ങനെ ചെയ്താലോ, കൊടുക്കാം. പക്ഷെ 2-3 ഹോസ്പിറ്റൽ കേസ് കിടക്കുന്നത്, ലോണ് എല്ലാം കൂടെ എനിക്കിത് നടക്കൂല ഇവിടെ. അങ്ങനെ സംഭവിച്ചതാ. അവരും ഹാപ്പി ആയിരുന്നു. പിന്നെ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പിന്നെ
അത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു കിക്ക് ഭയങ്കര. പിന്നെ ഇതിലും വലുത് എവിടെ എനിക്ക് ഏറ്റവും നമ്മുടെ പഴന്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലമില്ല, നമ്മുടെ ഇൻഫോപ്പറൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴി അവിടെ പഞ്ചായത്തുകാർ എനിക്ക് ലൈഫിൽ അവരെ മറക്കില്ല. അവർ ദിവസം വീട്ടിൽ വന്നിട്ട് നമ്മുടെ സുമേഷ് ചന്ദ്രനില്ലേ ആർട്ടിസ്റ്റ്, അവൻ്റെ ചേട്ടനും ഈ പഞ്ചായത്തിലെ മെമ്പർമാരെ കൂടി വന്നിട്ട് വന്നാൽ അവർ കുഞ്ഞിന് സുഖമില്ല, അമൃത കിടക്കുവാണ്, ഷോ ചെയ്ത് കൊടുക്കണം, വന്നം എങ്ങനെ സഹായിക്കും, അങ്ങനെ വരാം ഷോ ചെയ്യുക. പക്ഷേ എത്ര രൂപ കിട്ടിയാലും അത് ആ സ്റ്റേജിൽ വെച്ച് എനിക്ക് തന്നെ ഒന്ന് തന്നെ, എന്നിട്ട് എനിക്ക് അവിടെ വെച്ച് കൈമാറണമെന്ന് തന്നെ. അങ്ങനെ പോയി ഷോ ചെയ്ത് കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ചെയ്ത് 7 ലക്ഷം രൂപയുടെ ഇൻ്റർവൽ ടൈമിന് സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ആ കുട്ടിയുടെ ഫാദറിന് കൊടുത്ത്, അപ്പോഴും കുട്ടി അമൃത കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഷോ കഴിഞ്ഞ് പോന്ന് ഒരു 3 ദിവസം കഴിയുമ്പോൾ അവർ വിളിച്ചു പഞ്ചായത്തിൽ നിന്ന്, ഒരു 3 ലക്ഷം കൂടി കിട്ടിയിട്ടുണ്ട്, വന്നാൽ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷം, നിങ്ങൾ നേരെ കൊണ്ട് കൊടുത്തു, ഇനി എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു, കൊടുത്തോളാം പറഞ്ഞു. ആ കുട്ടിയുടെ സർജറിയും കഴിഞ്ഞ് കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി, എല്ലാം കഴിഞ്ഞ് കൊച്ചടിപൊളി. അല്ല ആ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ഇല്ലെങ്കിൽ പറയും മറ്റേ അവിടെ നഷ്ടമായിരുന്നു ഇവിടെ നഷ്ടമായിരുന്നു ഒക്കെ പറയും, അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ പക്ഷെ ഇവർ ജെന്യൂൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പോയേക്കണ കമ്മിറ്റിക്കാരിൽ ഏറ്റവും അടിപൊളി കമ്മിറ്റി പഴന്തോട്ടത്തുള്ള ആ ടീംസ് അത് സാധിക്കുകയും ചെയ്തു. പിന്നെ അത് സാധിക്കുകയും ചെയ്തു. ചില ആൾക്കാരുണ്ട് നമ്മൾ വിളിച്ചു കൊണ്ടുപോയിട്ട് പെടുത്തും, ഒരാവശ്യമില്ലാത്തതായിരിക്കുള്ളൂ. ഇപ്പം ഇവിടെ തന്നെ എത്രയോ പേര് പിന്നെ ഒരാവശ്യങ്ങൾ പറഞ്ഞു ഒക്കെ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ, സാഹചര്യം ഈ ഒരു ക്വാളിറ്റി ഇല്ലേ, ഇപ്പം വേണമെങ്കിൽ ബഹുജനം പലവിധം എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇത് മുതലെടുക്കാം വേണമെങ്കിൽ അല്ലേ, എത്രയോ ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിൽ മുതലെടുക്കാം. അങ്ങനെ ഒരു സംഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ, നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ, അല്ല അങ്ങനെ ഈ പെട്ടുപോയെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെ യൂസ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ? എനിക്ക് തോന്നിയിട്ട് ഒരു കാര്യമില്ല, ഞാൻ കടം മേടിച്ച് കൊടുക്കുന്ന ആളാ. എന്നിട്ട് ആ മേടിച്ച ആൾക്ക് 2 ദിവസം കഴിച്ചിട്ടാന്ന് ഇങ്ങനെ പറയും, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഒന്നല്ലേ ഈ അദ്ദേഹം ഒന്ന് വേറെ റൂട്ടാവണമായിരുന്നു, 2 ഒരേ വഴിയാകുമ്പോൾ അങ്ങനൊരു ഇത് വന്നതുകൊണ്ട് അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടല്ലേ? അബദ്ധമായിട്ട് തോന്നിയിട്ടില്ല, അബദ്ധമായിട്ട് ഇന്ന് വരെ ഒന്നും തോന്നിയിട്ടില്ല. ഈ നല്ലൊരു അബദ്ധം തോന്നിയിട്ടുണ്ട്. അബദ്ധം എന്നല്ല, ചിരിച്ച്, അത് എൻ്റെ അമ്മക്ക് വിളിച്ചിട്ട് ഞാൻ ചിരിച്ചിരുന്നുണ്ട്. ഞങ്ങൾ പാലാരോട്ടിൽ നിന്ന് തന്നെ എൻ്റെ പയ്യനുണ്ട് ഞാനും ഉണ്ട്. അപ്പോൾ ഒരു അമ്മയും മോനും കൂടി റോട്ടിൽ നിൽക്കുക, കണ്ടിട്ട് എനിക്ക് പാവം തോന്നി. അപ്പോൾ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, വയറ്റിലേക്ക് പോയെന്ന്. ആ വയറ്റിൽ കയറിക്കൊന്നുണ്ട്, എൻ്റെ വണ്ടി കയറ്റി പോണ വഴി കാര്യങ്ങൾ ചോദിക്കുക. ഞങ്ങളിവിടെ വളഞ്ഞമ്പലത്തെ എവിടെ ഹോസ്റ്റലിലായിരുന്നു, അവിടെ പൈസ കൊടുക്കാതെ ഞങ്ങളെ ഇറക്കി വിട്ട്, അങ്ങനെയാണെങ്കിൽ വാ നിങ്ങൾ വന്ന് വയറ്റിൽ ഇറക്കിയിട്ട്, അപ്പം അതിന് പോകുന്ന വഴി ഞാൻ എൻ്റെ പയ്യനോട് തന്നെ നമുക്ക് ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോയാലെന്ന് ചോദിച്ചു. അപ്പം വണ്ടി എടുക്കും, ചേട്ടൻ ആവശ്യത്തിന് പഠിക്കില്ല കേട്ടോ അങ്ങനെ പറയുകയെ പുള്ളി പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, നമ്മൾ ഇല്ലാന്ന് ചോദിച്ചാൽ എന്താ, അമ്മയും മോനും അല്ലേ, നമുക്ക് വീട്ടിൽ കൊണ്ടേ നിർത്താം, കുറച്ച് ദിവസം മുമ്പ് വിടാം. ചേട്ടൻ ഉണ്ടായിരുന്നേ, വണ്ടി നിർത്താൻ പോകുന്നു, വയറ്റിൽ കൊണ്ടു വണ്ടി നിർത്തിയിട്ട് ഞാൻ അവർക്ക് ഭക്ഷണം പാർസൽ മേടിച്ചു. അവിടെ നിന്ന് ഭക്ഷണം അവരെ കൊടുത്ത് 2000 രൂപ കയ്യിൽ കൊടുത്ത് ഹോസ്റ്റലിൻ്റെ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പുറത്തുനിന്നൊരു ഓട്ടോ ഞാൻ തന്നെ കൈ കാണിച്ച് വിളിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഓട്ടോയിൽ കയറ്റിയിട്ട് ഓട്ടോക്കാരൻ്റെ പൈസയും കൊടുത്ത് നേരെ വിട്ടോളാൻ പറഞ്ഞു. ചെന്ന് പിറ്റേ ദിവസം എന്നെ പയ്യൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് പയ്യൻ്റെ ഫോണിലേക്കായിരുന്നു, ഭക്ഷണം ഷാജിനോടൊന്ന് സംസാരിക്കണമെന്ന്. ആരാന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ വണ്ടി കയറി അമ്മയെന്ന്. അപ്പം അവൻ പറഞ്ഞ് ചേട്ടൻ ഷൂട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിളിച്ചപ്പോൾ ചേട്ടാ അവർ വിളിക്കുന്നു. അപ്പോൾ അപ്പോൾ പറഞ്ഞു ചേട്ടാ എനിക്ക് സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞു, മറ്റേ പയ്യനാ. ഞാൻ പറഞ്ഞു എടാ നീ ഇപ്പോൾ നല്ല പഠിപ്പൊക്കെയുള്ള ചെക്കനല്ലേ, എന്തെങ്കിലും ഒരു ജോലി നോക്ക്, സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എപ്പോഴും ഇത് കിട്ടണമല്ല എന്ന് പറഞ്ഞു. ആ ശരി ചേട്ടാന്ന് പറഞ്ഞു വെച്ച്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കോളെടുത്തപ്പോൾ അമ്മയാണ്, എടാ പട്ടി ചേട്ടൻ എൻ്റെ മോൻ സിനിമയിൽ അഭിനയിക്കണ പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, ഞങ്ങൾക്കാരും ഇതൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങനെ സ്വത്തുള്ള ആൾക്കാരാണ്. എൻ്റെ അമ്മക്കൊക്കെ വിളിച്ച് ഞാൻ സ്പീക്കറിലിട്ട്, എനിക്കത് മതിയായില്ല കേട്ടു, സ്പീക്കറിലിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ എങ്ങനെയൊന്ന് ഫുള്ള് കേട്ടിട്ട് ചിരിക്കുകയെ. അപ്പോൾ അനീസ് വന്നിട്ട് പറയും എങ്ങനെയുണ്ട് ചേട്ടാ ഇപ്പം, ഞാൻ പറഞ്ഞതല്ലേ സന്തോഷമായ, വീട്ടിൽ കൊണ്ടുവന്നായിരുന്ന രാത്രി ഞങ്ങളെ വെട്ടിക്കൊന്നാലും അറിയില്ല, എന്താ സുഖമില്ലെന്ന് എനിക്ക് തോന്നണത്, അല്ല അങ്ങനെ പറയില്ലല്ലോ ഒരാളോട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനും വൈഫും അനീസും കൂടി നേരെ വൈറ്റിലെ ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് ഹോട്ടലിൽ ഞങ്ങൾ കഴിച്ചിട്ടിരിക്കുമ്പോഴത്തേക്ക് 2 പേരും കൂടി കയറി വന്നേക്കണം. അപ്പം ഞാൻ ഇവനൊന്ന് നോക്കി ചെക്കന, എന്നെ കണ്ടപ്പോൾ ഇവന് മനസ്സിലായി. നേരെ വാഷ്റൂമിലേക്ക് പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന നിർത്തിയിട്ട് ഞാൻ ചെന്നു വാഷ്റൂമിൽ. നീ എന്താണ് അന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അതാ അമ്മയാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കാട്ടപ്പോൾ ഹോട്ടലിലെ പുള്ളി എനിക്ക് പരിചയമുള്ള പുള്ളിയാണ്. അപ്പോൾ വിട്ടേക്ക് പോട്ടെ പാവം, ഞാൻ പറഞ്ഞു നിങ്ങളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ എന്നെ വിളിക്കാതിരുന്നാൽ മതി, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. വീടെത്തിയപ്പോൾ ചേട്ടാ ആ പ്ലേറ്റൊക്കെ തല്ലി പൊട്ടിച്ചു, ഭക്ഷണം പൈസ ചോദിച്ചതിന്. അയ്യോ, അപ്പോൾ മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നാൽ മതി എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ പുള്ളി എന്നെ വിളിച്ച്. അപ്പോൾ റൂട്ട് വേറെ ആയിരുന്നു, റോങ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. എന്തോ അവർ നല്ല അമ്മക്ക് 2 പേര്, ചില ആൾക്കാരുടെ അമ്മയും മോനും ഇങ്ങനെ താമസിക്കുമ്പോൾ ഞാൻ അവരെയും കുറ്റം പാടില്ല, അവസ്ഥ കൊണ്ടാണ് എല്ലാം നടക്കണം. ഈ ബുദ്ധിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, വീടും ഇല്ല ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴേ മനസ്സിലായി.
ഫ്രസ്ട്രേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതാവാം അല്ലേ? ആവാം, അങ്ങനെ ചിന്തിക്കണുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും എന്നെ പറ്റിച്ചായിട്ട് ഞാൻ ചിന്തിക്കണുള്ളൂ. അത്